ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അവരുടെ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിട്ടിയിലെ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം മച്ചാന്മാർ നമ്മൾ FFൽ ഒരു കിട്ടിയിലെ നാല് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട എത്ര പ്ലേയേഴ്സ് കണ്ടു എന്നറിയില്ല. അപ്പോൾ ഇവൻ്റെ പേര് നമുക്ക് നോക്കണം, ഫൈറ്റ് ടു വിന്ന് ഫ്രീ ഇവോ ടോക്കൺസ് എന്നാട്ടോ. അപ്പോൾ ഇവോ ടോക്കൺസ് മാത്രമല്ല, അതുകൂടെ ബണ്ടിലായിട്ടും ഇമോട്ടായിട്ടും അങ്ങനെ കുറേ റിവാർഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് റിവാർഡ്സ് കിട്ടാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യമൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയുടെ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ FFലേക്ക് ഹാലോ ഫേസ് ബണ്ടിലൂടെയും റിട്ടേൺ ആയിട്ട് വരാൻ പോവാണ്. ഓൾഡ് ഇൻക്യുബേറ്റർ ബണ്ടിലാട്ടോ. അപ്പോൾ അത് റിട്ടേൺ ആയിട്ട് വരാൻ പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന യൂണിവേഴ്സൽ ബണ്ടിൽ റിംഗ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ടും ഒരു ഇവന്റ് വരാൻ പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോന്ന് പിക്കില്ല ടോപ്പ് പല കമൻറ്റുകൾക്കുള്ള ആൻസർ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏതൊക്കെ ഭാഗത്താണ് റെഡിയും കോഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ റെഡിയും കോഡ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ ഈ ഭാഗത്തും സെക്കൻഡ് കോഡ് ഈ ഭാഗത്തോട്ട് തന്നെ ആരോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കോഡ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെഡിയും കോഡ് ഉണ്ട്. അപ്പോൾ റെഡിയും കോഡിന് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അതുപോലെ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റ് നോക്കുകയാണ് ഹൗ ടു യൂസ് റെഡീം കോഡ് എന്നാണ് ചോദിച്ചുള്ളത് കേട്ടോ. അപ്പോൾ റെഡീം കോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ റെഡീം കോഡ് ഉണ്ടാകും. ആ കോഡ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സെക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ നേരെ പോയിട്ട് ആൻഡ്രോയിഡ് യൂസേഴ്സിനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഐഫോൺ യൂസേഴ്സിന് യാതൊരു വഴി ഉണ്ട് തോന്നുന്നില്ല. നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നമ്മൾ പ്രൊഫൈൽ ഐക്കൺ ഓപ്പൺ ചെയ്യുക. ആ ടൈമിൽ നമുക്ക് പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും അടിയിലായിട്ട് റെഡീം കോഡ് ഉണ്ടാവും. അതിൽ നമ്മൾ ഈ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ തന്നെ നീല ബട്ടൺ വരും റെഡീം എന്നുള്ളത്. അത് ഞെക്കുക. ആ ടൈമിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് കയറും. എത്രൻ്റെ കോഡാണെങ്കിൽ അതിനുള്ള ക്യാഷ് കയറും. പിന്നെ നമുക്ക് ഡ്രോപ്പ് എടുക്കാനും അതുപോലെ ടോപ്പ് അപ്പ് ചെയ്യാനും എല്ലാവരും ആ കോഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കോഡല്ല, ആ ക്യാഷ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അത്ര മെത്തേഡ് ഉള്ളൂ. അപ്പം എന്തായാലും കോഡ് കിട്ടുന്ന ടൈമിൽ ഇനി ഫാസ്റ്റായിട്ട് റെഡീം ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഇവൻറ്റിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്ന നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ആ കിഡിലെ നല്ല സ്കൈ ഡൈവ് സ്കിന്നിൻ്റെ ഒരു ഈ ഫെയറൽ വീൽ ഇവൻ്റാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് സ്കൈ ഡൈവ് സ്കിന്നിൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കാം. നമുക്ക് ഒരു സ്കോഡ് ആലൊരു സ്കൈ ഡൈവ് സ്കിന്നാണ് കേട്ടോ. കിഡിലനാല സ്കൈ ഡൈവ് സ്കിന്നാണ് എടുക്കേണ്ടവർക്ക് എടുക്കുക. ബെസ്റ്റ് ആലൊരു സ്കൈ ഡൈവ് സ്കിൻ എന്നൊക്കെ പറയാൻ പറ്റും. എങ്കിൽ ഇപ്പോൾ നമ്മൾ ഔറൻ്റെ ഓക്കെ, അപ്പോൾ നമ്മൾ ഔറൻ്റെ സ്കൈ ഡൈവ് സ്കിന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തൊന്നും വരില്ല കേട്ടോ. ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇവൻറ്റ് നോക്കുകയാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് വരാമെന്ന് റിംഗ് ഇവൻറ്റിനെ കുറിച്ച് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബണ്ട് റിംഗ് ഇവൻറ്റിനെ കുറിച്ച് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ FFൽ ഇനി വരുന്ന 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാൻ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന 13-ാം തീയതിക്കുള്ളിലായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ ബണ്ടിൽ റിംഗ് ഇവൻറ്റ് നമ്മൾ FFൽ സംഭവിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ബണ്ടിൽസൊക്കെ ആവറേജ് ആട്ടോ. അതിൽ തന്നെ ഒരു ഗ്ലൂ വാൾ സ്കിന്ന് വരുന്നുണ്ട്, തന്നെ ലൂട്ട് ബോക്സാണ് തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് റാൻഡമായ ഐറ്റംസ് ആണ് വരാൻ പോകുന്നത് കേട്ടോ. ബണ്ടിൽസൊക്കെ നോക്കുക, നമ്മൾ ക്രിസ്ത്യൻ്റെ ബണ്ടിൽ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മാസ്ക് കാണുന്ന ടൈമിൽ അതേപോലെയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, ഒരു ആവറേജ് ആല് ഒരു റിംഗ് ഇവൻ്റ് എന്നൊക്കെ പറയാൻ തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ടോക്കൺസ് ഒക്കെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇവൻ്റൊക്കെ വരുന്ന ടൈമിൽ ആവറേജ് ഇവൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ടോക്കൺസ് മാക്സിമം വേസ്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഇവൻറ്റ് യൂണിവേഴ്സൽ റിംഗിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ട്രൈ ചെയ്യാൻ നോക്കുക. അതാക്കണം ഏറ്റവും ബെസ്റ്റ് ആയ ഓപ്ഷന്. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഹോളോ ഫേസ് ബണ്ടിൽ നമ്മൾ FFലേക്ക് റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്നു. കൂട്ടം ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ന്യൂ ആയിട്ട് കുറേ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ബണ്ടിൽ തന്നെ നമ്മൾ ഓൾഡ് ആയിട്ടുള്ള നമ്മൾ വിൻസെൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഹെഡിൻ്റെ ബണ്ടിലാട്ടോ. എല്ലാവർക്കും അറിയിക്കാരം നല്ല അടിപൊളിയായ ബണ്ടിലാണ്. നെക്സ്റ്റ് ആയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ഓൾഡ് ആയ ഇൻക്യുബേറ്റർ ബണ്ടിലൂടെയും കൊടുത്തിട്ടുണ്ട്. 2 ബണ്ടിലും പാടെ കൂട്ടിയുള്ള ഒരു കോമ്പിനേഷൻ റിംഗ് ഇവൻ്റ് ആണ് വരാൻ സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ടൈമിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഓൾഡ് ആയ ഇൻക്യുബേറ്റർ നമുക്ക് നോക്കി ജോക്കറിൻ്റെ ഇൻക്യുബേറ്റർ ബണ്ടിൽ നിന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഇവൻ്റ് ആക്കാരം. അപ്പോൾ അതിന് വരാൻ വന്ന ടൈം നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് തൊട്ട് ആഗസ്റ്റ് മന്തിൽ ദീസ് റിട്ടേൺ ബാക്ക് ആയിട്ട് വരുന്നതാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഫസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നുള്ള പോസിബിൾ അപ്ഡേറ്റ് ആട്ടോ. എന്തായാലും നമുക്ക് വരുന്ന ദിവസം തന്നെ നമുക്ക് നെക്സ്റ്റ് മന്ത് ഇൻക്യുബേറ്റർ ബണ്ടിലൊക്കെ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡേറ്റും ഒഫീഷ്യലായാലും മറ്റുള്ള അപ്ഡേറ്റ് കിട്ടുന്നത് ആരും കിട്ടും. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് ഇൻക്യുബേറ്റർ ബണ്ടിൽ റിട്ടേൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.
ഓക്കെ, അപ്പോൾ എല്ലാ ഐറ്റംസും റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും, കുറച്ച് ഡിലേ എടുക്കും. എന്തായാലും വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മൾ FFൽ കഴിഞ്ഞ ദിവസം. ഓക്കെ, അപ്പോൾ എന്തായാലും ന്യൂ ആളൊരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്ര പ്ലേയേഴ്സ് കണ്ടു എന്നറിയില്ല, പ്ലേ സ്റ്റോറിലൊക്കെ റെഗുലറായിട്ട് കയറുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇവന്റ് പേര് നോക്കണം, ഫൈറ്റ് ടു വിന്ന് ഫ്രീ ഇവോ ടോക്കൺസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇവോ ടോക്കൺസ് മാത്രമല്ല, ടോക്കൺസ് കൂടാതെ നമുക്ക് ബണ്ടിൽസ് ആയിട്ടും ഇമോട്ടായിട്ടും ക്രേറ്റ് ബോക്സ് ആയിട്ടും അങ്ങനെ കുറേ അധികം റിവാർഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 29-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന 16-ാം തീയതി വരെ ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവൻ്റായി കിട്ടാൻ പോകുന്ന മെയിനായിട്ട് ടോക്കൺസ് ആണ്. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ടോക്കൺസ് ഉണ്ടല്ലോ, നമ്മൾ പ്ലേ പോയിന്റ്, ആ പോയിന്റിൻ്റെ വെറുത്ത് നിങ്ങൾക്ക് അറിയിക്കാൻ നമുക്ക് ആ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡീം കോഡൊക്കെ ആക്കി മാറ്റാൻ പറ്റും. പക്ഷേ ഇവൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഇവോ ടോക്കൺസിൻ്റെ ബോക്സ് ക്രേറ്റ് ബോക്സ് ഒക്കെ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, പ്ലേ സ്റ്റോറിലൊക്കെ ഒന്ന് കയറി നോക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഗൺ സ്കിൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബണ്ടിൽസ്. ഓക്കെ, അത്യാവശ്യം വെറുത്തെന്നൊന്നും പറയാനില്ല, ബണ്ടിൽസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറേ അധികം ഐറ്റംസ് ഉണ്ട്. ഇമോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇമോട്ട് സത്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം വെറുത്തായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഇമോട്ട് നോക്കണേ, ആംഗ്രി ആൾക്കാരുടെ ഇമോട്ട് ഉണ്ടല്ലോ, സംഭവം എന്തായാലും അത്യാവശ്യം വെറുത്ത് തന്നെ കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വെറുത്തായിട്ട് ഫീൽ ചെയ്തു. മറ്റുള്ള സംഭവത്തിനൊക്കെ അത്യാവശ്യം ടോക്കൺസ് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഓവറായിട്ട് ചോദിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ബണ്ടിൽസിനൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര ടോക്കൺസ് ചോദിക്കുന്നത് ഒരു പുടുത്തല്ല കേട്ടോ, ഈ നല്ല ടോക്കൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബണ്ടിൽ നിങ്ങൾ എടുക്കുക ചെയ്യല്ലോ കേട്ടോ, ബണ്ടിലൊന്നും അത്രക്കും വെറുത്തായുള്ള ബണ്ടിലൊന്നും അല്ല. അപ്പോൾ ഇതിനൊന്നും നിങ്ങൾ അത്ര ടോക്കൺസ് സ്പെൻഡ് ചെയ്യല്ലേ. അത്രയും ടോക്കൺ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് അത് റെഡീം കോഡ് ആക്കിയിട്ട് മാറ്റാനും പറ്റും, നിങ്ങൾക്ക് അറിയിക്കാരം. ഓക്കെ, അപ്പോൾ നമുക്ക് 5-ൻ്റെയും 10-ൻ്റെയും 50-ൻ്റെയും 100-ൻ്റെയും അങ്ങനെ എത്ര ടോക്കൺസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നമുക്ക് റെഡീം കോഡ് ആക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് 1000 ടോക്കൺസ് ഉണ്ടെങ്കിൽ 50 രൂപയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ റെഡീം കോഡ് വേണ്ടവർക്ക് ഇതുപോലെ റെഡീം ചെയ്തെടുക്കാനും പറ്റും. പക്ഷെ നമ്മളെ കയ്യിൽ ടോക്കൺസ് വേണം, ഈ പ്ലേ പോയിന്റിലുള്ള ടോക്കൺസ് വേണം. അപ്പോൾ ഈ പ്ലേ പോയിന്റിലുള്ള ടോക്കൺസ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഇവൻറ്റ് നമ്മൾ FFൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, അതിൽ പോയിക്കൊണ്ട് നമുക്ക് താഴെ വരെ ഇതുപോലെ താഴെ വരുന്ന ടൈമിൽ ഇവിടെ കാണാൻ പറ്റും, ഓപ്പൺ ഉള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കമ്മിങ് സൂൺ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഓപ്പൺ ബട്ടൺ ഉണ്ടാവും, അത് നമ്മൾ നേരെ ഓപ്പൺ ചെയ്യുക. ആ ടൈമിൽ നമുക്ക് എത്ര ടോക്കൺസ് ഇതാണ് കിട്ടുന്നത് ഇവിടെ മെൻഷൻ ചെയ്തത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഈ വരുന്ന 6 ദിവസം കൂടി കഴിഞ്ഞ ടൈമിലാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ ടൈമാണ്, ഫാസ്റ്റായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുക. അത് നമ്മൾ ലോഗിനൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. ചെറിയ ടാസ്ക് ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ടോക്കൺസ് നോക്കുകയാണെങ്കിൽ 25,000 ടോക്കൺസ് ഫസ്റ്റ് പ്ലേസിന് കിട്ടാൻ വന്ന് 25,000 ടോക്കൺസ്, സെക്കൻഡിനും അത് കിട്ടുന്നത്. തേർഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ 10,000 ടോക്കൺസ്, 5,000 ടോക്കൺസ്, 2,500 ടോക്കൺസ്, അതുപോലെ തന്നെ 500 ടോക്കൺ, അങ്ങനെ കുറേ അധികം ടോക്കൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്ലേ ചെയ്യാൻ നോക്കുക, നമുക്ക് അത്യാവശ്യം ഒരു 100-200 അല്ലെങ്കിൽ 5,000 ടോക്കൺസോ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ സിമ്പിളായ മെത്തേഡ് ആട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ ടോക്കൺസ് കിട്ടാൻ പോകുന്ന ഈ ലീഗ്. ഓക്കെ, അപ്പോൾ ഇതൊരു ലീഗാണ്. അപ്പോൾ അതിൽ വഴി നമുക്ക് റാങ്കിനനുസരിച്ചാണ് ടോക്കൺസ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് പ്ലേസുള്ള പ്ലെയറിനാണ് 25,000 ടോക്കൺസ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്ലേസിനനുസരിച്ചാകാരം നമുക്കിവിടെ കൊടുത്തുള്ള പോലെ ടോക്കൺസ് കിട്ടാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ FF ഉണ്ടല്ലോ, ഫ്രീ ഫയർ മാക്സ്. ഫ്രീ ഫയർ മാക്സ് നമ്മൾ പ്ലേ ചെയ്യുക, അതിൽ നമ്മൾ റാങ്ക് പുഷ് ചെയ്യുക, BRലെ റാങ്ക് പുഷ് ചെയ്യുക. 13-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 13-ാം തീയതി നമ്മൾ റാങ്ക് പുഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ റാങ്ക് പുഷ് ചെയ്യുക, ബൂയി അടിക്കുക. അപ്പോൾ അതിനൊക്കെ നമുക്കിതിൽ പോയിന്റ് ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ നമുക്കിതിൽ കാണാൻ പറ്റും ലീഡർ ബോർഡ് ഉണ്ട്, അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ അൺലോക്ക് ആവും കേട്ടോ. 13-ാം തീയതിയാണ് നമുക്കിതിൻ്റെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ രജിസ്ട്രേഷൻ ടൈമാണ്. അപ്പോൾ അറിയേണ്ടവരൊക്കെ അറിഞ്ഞോളൂ. അതുപോലെ തന്നെ നമുക്കിതിൽ പങ്കെടുക്കുക, എല്ലാവരും മാക്സിമം പങ്കെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നല്ല അവസരമാണ്. അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോഗിൻ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, ആ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമേ ഇതിൽ പോയിന്റും കാര്യമൊക്കെ ആഡ് ആവാം കേട്ടോ. അപ്പോൾ അധികം തലവുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവൻറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ലീഗ് ജോയിൻ ലീഗ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറയും. അത്ര തന്നെ ഉള്ളൂ കേട്ടോ, ആ ടൈമിൽ നമുക്ക് ആഡ് ആവും. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ടോക്കൺസ് ഒക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മളെ ഇവോ ടോക്കൺസിൻ്റെ ബോക്സാണ് ഇപ്പോൾ ഞാൻ അവിടെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ മെയിൽ ബോക്സിലേക്കൊക്കെ വരാം കേട്ടോ. അപ്പോൾ നമ്മളൊരു കൺഫ്യൂഷൻ വേണ്ടി നമുക്ക് റിവാർഡ്സ് ഒക്കെ സ്പോട്ടിൽ തന്നെ വരും. അപ്പോൾ അത്രയും കൺഫേം ആണ്. ഒരിക്കലും നിങ്ങൾ അവിടുന്ന് റിവാർഡ്സ് പർച്ചേസ് ചെയ്യാതിരിക്കുക. ഇമോട്ട് വെറുത്താണ്, പക്ഷേ മറ്റിലൊക്കെ ഹൈ പ്രൈസാണ് ചോദിക്കുന്നത് കേട്ടോ. ഇപ്പോൾ റെഡീം കോഡൊക്കെ ആയിട്ട് എടുക്കുക ഏറ്റവും നല്ലത്. നമുക്ക് പിന്നീട് ഡ്രോപ്പായിട്ടും ടോപ്പ് ഒക്കെ ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ടും കാരണം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ആൻസർ ഒക്കെ ചെയ്യുക കേട്ടോ. അടുത്ത നോക്കാൻ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് പിക്കിലെ ടോപ്പ് ആയ കമൻറ്റുകൾക്കുള്ള ആൻസർ ആട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു ബ്രോ കമൻറ്റ് ഉള്ളത് നമ്മൾ ഓൾഡ് പീക്കിന്
റിട്ടേൺ വരില്ല എന്നാണ് ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ആനിവേഴ്സറി ടൈമിൽ നമ്മളെ ഗറി ഞെട്ടിച്ചും കൊണ്ട് ഓൾഡ് പീക്കൊക്കെ റിട്ടേൺ വരും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്ര നാളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് 7-ാം തീയതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10-ാം തീയതിയാണ് പീക്കഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി 10-ാം തീയതി നമ്മളെ പെട്ടെന്ന് ഞെട്ടിക്കൊന്നും അറിയില്ല. എന്തായാലും താൽക്കാലികമായിട്ട് ഓൾഡ് പീക്ക് ഈ വർഷം ആനിവേഴ്സറി ടൈമിൽ വരാൻ സാധ്യത വളരെ വളരെ കുറവാട്ടോ. എന്തായാലും വരില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ആരൊരു കമൻറ്റ് നോക്കുക, നമ്മൾ അറൈവൽ ആനിമേഷൻ ഈസ് ഇനി മാജിക് ക്യൂബിൽ. അപ്പോൾ ന്യൂ ആല അറൈവൽ ആനിമേഷൻ മാജിക് ക്യൂബ് സ്റ്റോറിൽ വരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രദർക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്രദർ എന്തായാലും നെക്സ്റ്റ് നമുക്ക് ന്യൂ ആല അറൈവൽ ആനിമേഷന് നെക്സ്റ്റ് പാച്ച് അപ്ഡേറ്റിലൂടെ വരാൻ സാധ്യത ഉണ്ട്. എങ്കിൽ പോലും നമുക്കത് 100% കൺഫേം ആണോ എന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് ഡൗട്ടാട്ടോ. അപ്പോൾ ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്കതിനെക്കുറിച്ച് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ലീക്കേഴ്സ് സൂചന തന്നിട്ടുണ്ട്, വരാൻ സാധ്യത ഉണ്ട്. എങ്കിൽ പോലും ബ്രോൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല എങ്കിൽ അതുതന്നെ മാജിക് ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക, അതൊക്കെ നല്ലത്. നമ്മൾ റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഗറിയൻ്റെ കാര്യമാണ്, നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യലായിട്ടൊക്കെ ഒരു പക്ഷേ നമുക്ക് സ്പെഷ്യലായ സ്റ്റോറായിട്ട് കൊണ്ടുവന്നതൊക്കെ ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോറി ഫുള്ളി റീഫ്രഷ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ അറൈവൽ ആനിമേഷൻ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധ്യത ഞാൻ പറയുന്നു കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കിഡിലെ സ്റ്റോറൊക്കെ നെക്സ്റ്റ് പാച്ച് അപ്ഡേറ്റിലൂടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. എന്തായാലും ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് മാജിക് ക്യൂബ് അപ്ഡേറ്റിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് വരും ദിവസം തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ ടൈമിൽ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു കമൻറ്റ് നോക്കുകയാണെങ്കിൽ ഇനി എന്നാണ് ഫ്രീ ഫയർ ഇന്ത്യ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറേ ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രീ ഫയർ ഇന്ത്യനെ കുറിച്ച് നല്ലൊരു അപ്ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലീക്കും കാലം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ലീക്ക് പോലും നല്ല ലീക്ക് വന്നിട്ടില്ല. അപ്പോൾ ഫ്രീ ഫയർ ഇന്ത്യ ഒന്നും വേണ്ടി, ഫ്രീ ഫയർ ഇന്ത്യക്ക് വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കാതിരിക്കുന്നത് നല്ലത്. നമുക്ക് എന്തായാലും ഇല്ലതുകൊണ്ട് ഇപ്പോൾ കളിച്ചുകൊണ്ട് അങ്ങനെ പോട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യനെ കുറിച്ച് നല്ല അപ്ഡേറ്റ് കിട്ടാണ് ഞാൻ എന്തായാലും അറിയിക്കും ചെയ്യാം കേട്ടോ. വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ FFലേക്ക് അപ്കമിങ് ആർട്ടിസ്റ്റ് വരാമെന്ന ഇവൻറ്റിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാമെന്ന ഐറ്റത്തിനെ കുറിച്ച് അങ്ങനെ എന്തായാലും അറിയണമെങ്കിൽ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് മാക്സിമം നമ്മൾ പിക്ക് ചെയ്തോണ്ട് അതിനുള്ള ആൻസറൊക്കെ തരുന്നത് ആർക്കിട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താൻ പോവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബായ്.